തുടക്കത്തിൽ പലരും വിമർശിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു അൻസിബ. ഇറങ്ങി കളിക്കുന്നില്ലെന്നായിരുന്നു അൻസിബയെക്കുറിച്ച് മിക്കവരും പറഞ്ഞത്. എന്നാൽ സമീപ നാളുകളിൽ കണ്ടത് അൻസിബ ഇറങ്ങി കളിക്കുന്നതായിരുന്നു. ഇതോടെ അൻസിബയുടെ ആരാധകരും കൂടി. എന്നാൽ അൻസിബയുടെ ഇപ്പോഴത്തെ പിന്തുണയും ഹൈപ്പുമെല്ലാം ജിൻഡോ PR-ൻ്റെ തന്ത്രമാണെന്നാണ് ഒരു ആരാധകൻ പറയുന്നത്. അൻസിബയെ ബലിയാടാക്കുകയാണെന്നാണ് ആരാധകൻ കുറിപ്പിൽ പറയുന്നത്. സീസൺ 6-ലെ കഴിഞ്ഞ കുറേ ആഴ്ചകളിലെ പെർഫോമൻസ് വച്ച് ബിഗ് ബോസ് ഫാൻസ് അൻസിബയ്ക്ക് കൊടുത്ത ടാഗ്ലൈനാണ് കട്ടിൽ റാണി. തനിക്ക് ഏറ്റവും പ്രിയമായ ആളുകളോട് മാത്രം സംസാരിക്കുന്ന, അവരോട് മാത്രം ഫ്രീയായി ഇടപെടുന്ന അൻസിബയ്ക്ക് ഒരു ടിപ്പിക്കൽ ബിഗ് ബോസ് ആരാധകൻ ആ ടാഗ്ലൈൻ കൊടുത്തതിൽ വലിയ അത്ഭുതം ഒന്നുമില്ല. പക്ഷേ അൻസിബയുടെ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ ബിഗ് ബോസ് 6-ൻ്റെ സിംഹഭാഗം വരുന്ന പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങളോട് ഒത്തുപോകുന്ന ഒന്നായിരുന്നു. പക്ഷേ അന്നൊന്നും അൻസിബ മൈൻഡ് ഗെയിമർ ആയില്ല. അന്നൊന്നും അൻസിബ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ആരും വാഴ്ത്തിപ്പാടിയില്ല. കാരണം സത്യങ്ങളായാലും നുണയായാലും അത് വലിയ ശബ്ദത്തിൽ ഉച്ചത്തിൽ പറയുന്നവരെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇഷ്ടപ്പെടുക എന്ന ബേസിക് മെൻറ്റാലിറ്റി തന്നെ. പക്ഷേ ഇതുവരെ കട്ടിൽ റാണി എന്ന പദവി കൊടുത്തവർക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ അൻസിബ മികച്ച ഗെയിമർ, മൈൻഡ് ഗെയിമർ എന്നൊക്കെയായി. അൻസിബ ബൂസ്റ്റിംഗ് പോസ്റ്റുകൾ ഗ്രൂപ്പുകളിൽ നിറയുന്നു. ഒരു കാരണവുമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന ബാലിശമായ ന്യായങ്ങൾ പറയുന്ന ഋഷിയുടെയും അൻസിബയുടെയും കോംബോ ഏറ്റവും മികച്ച കോംബോ ആയി മാറുന്നു. എന്തുകൊണ്ട്? ഇത്ര നാളും ഒരേപോലെ തന്നെയായിരുന്നു അൻസിബ പെരുമാറിയിരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ മികച്ച ഗെയിമർ ലെവലിലേക്ക് എന്ന അടിച്ചേൽപ്പിക്കൽ എവിടെ നിന്ന് വന്നു? ഉത്തരം നിസ്സാരമാണ്. ബിഗ് ബോസ് 6-ലെ രാജാവ് അന്വേഷണത്തിൽ പല മുഖങ്ങൾ മാറി മറിഞ്ഞു വന്നു. രതീഷ്, റോക്കി, സിജോ മുതൽ തുടങ്ങി അവിടെ നിന്നും വന്നെത്തി നിൽക്കുന്നത് ജിൻഡോയിലാണ്. അതൊരു സ്വാഭാവിക പ്രോസസ്സാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, മുൻ സീസണുകളിൽ അത്തരം പ്രവൃത്തി ചെയ്തിട്ടുള്ള പല യൂട്യൂബ് റോക്കറ്റുകളുടെ ടാഗ്ലൈൻ അതൊക്കെ സാധൂകരിക്കുന്നു. ജിൻഡോ എന്ന രാജാവിന് എതിരാളി എന്ന് പറയാൻ അവിടെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ജാസ്മിനും ഗബ്രിയും. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും രീതികൾ ഭൂരിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകനെയും ശത്രുക്കളാക്കിയപ്പോൾ അതിൻ്റെ പരിണിത ഫലമായി ജിൻഡോയ്ക്ക് പ്രേക്ഷകർ കൂടി. ഗബ്രിയുടെ പടിയിറക്കത്തോടെ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കും എന്നൊരു ചിന്തയിൽ നിന്നും ജിൻഡോ ഫാൻസിന് ഉരുത്തിരിഞ്ഞു വന്ന ഐഡിയ ആണ് അൻസിബ. അല്ലെങ്കിൽ പെട്ടെന്ന് അൻസിബയോട് ജിൻഡോ ഫാൻസിന് ഇത്ര സ്നേഹം എവിടെ നിന്ന് വന്നു? പ്രത്യക്ഷത്തിൽ ജിൻഡോയെ അനുകൂലിക്കുന്ന അൻസിബയെ ബൂസ്റ്റ് ചെയ്ത് ജാസ്മിന് മേൽ പ്രതിഷ്ഠിച്ചാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ആയിരുന്നു ലക്ഷ്യം. അൻസിബയുടെ പല വിലയിരുത്തലുകളും മികച്ചതാണ്. ഗെയിം റീഡ് ചെയ്യാനുള്ള സെൻസുമുണ്ട്. കട്ടിൽ റാണി എന്ന പദവിക്കപ്പുറം നല്ല ഗെയിമർ എന്ന രീതിയിൽ ആദ്യ ആഴ്ച മുതൽ പൊങ്ങി വരാത്ത അൻസിബ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മികച്ച ഗെയിമറായത് അത്ര നിഷ്കളങ്കമാണെന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അഖിൽ മാരാർ ആരോപിച്ച പല ആരോപണങ്ങൾക്കും പ്രൂഫ് ഒന്നും തന്നെയില്ല. പക്ഷേ അതൊക്കെയും ജാസ്മിന് ഒരു കപ്പ് പദ്ധതി എന്ന ആരോപണം കൊണ്ട് ബൂസ്റ്റ് ചെയ്യപ്പെട്ടു. ജിൻഡോ ഫാൻസിലെ പലരും അഖിൽ മാരാറിനെ പിന്തുണച്ചു. കാരണം ആ ആരോപണത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു പങ്കുമില്ലാത്ത ജാസ്മിനെ അവിടെ പ്രതി ചേർത്തുകൊണ്ട് ആളുകൾ ആക്രോശിച്ചു. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജിൻഡോ എന്ന കണ്ടസ്റ്റന്റിന് എതിരെ വരുന്ന കാസ്റ്റിംഗ് കൗച്ച്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടങ്ങിയ ആരോപണങ്ങൾക്ക് മേൽപ്പറഞ്ഞ പ്രബുദ്ധ ആരാധകർക്ക് തെളിവ് വേണം വിശ്വസിക്കാൻ. അഖിൽ മാരാർ BBയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യം. എന്നാൽ ജിൻഡോയ്ക്കെതിരെ ആരെയും അദ്ദേഹം കാസ്റ്റിംഗ് കൗച്ച് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് വേണം വിശ്വസിക്കാൻ. ഇല്ലെങ്കിൽ അതൊക്കെ നുണ മാത്രം. എന്ത് ഡബിൾ സ്റ്റാൻഡേർഡാണിത്? അൻസിബ ഒരു നല്ല ബിഗ് ബോസ് ഗെയിമർ തന്നെയാണ്. പേഴ്സണൽ ഗ്രഡ്ജ് വളരെ കൂടുതലുണ്ട് എന്നൊരു നെഗറ്റീവുണ്ട്. ഒരുപക്ഷെ അവിടെയുള്ള സോ കോൾഡ് രാജാവിനെ ഒക്കെ വെച്ച് നോക്കിയാൽ ഭേദം ആണ്. പക്ഷേ പെട്ടെന്നുള്ള അൻസിബയുടെ ഉയർന്നുവരവ് ജാസ്മിനെ ഒഴിവാക്കി അൻസിബയെ കൊണ്ടുവന്ന് ഫൈനൽ അടുക്കുന്തോറും ജിൻഡോയ്ക്കൊരു കേക്ക് വാക്ക് ഫൈനൽ ഒരുക്കുക എന്ന PR അജണ്ടയുടെ ഭാഗം മാത്രമാണ് ഇത്. വരും ആഴ്ചകളിൽ ഇന്ന് അൻസിബയെ വാഴ്ത്തിപ്പൊക്കിയ ജിൻഡോ ഫാൻസ് ഫിനാലെ അടുക്കുന്തോറും അൻസിബയെ ബലിയാടാക്കുന്ന പോസ്റ്റുകൾ കണ്ടാൽ അത്ഭുതപ്പെടേണ്ട.